ബി.ജെ.പി. പ്രതിനിധി ശങ്കുട്ടി ദാസ് ഭയന്നോടിയോ എന്നാണ് ഇന്ന് പ്രധാനമന്ത്രി ചോദിച്ചത്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യ രണ്ടു ഘട്ടത്തിലെയും നിസ്സംഗതയും തരംഗം പോയിട്ടൊരോളം പോലുമില്ലെന്ന് മനസ്സിലാക്കിയ പ്രധാനമന്ത്രി ഉള്ളിൽ കിടുകിടാ വിറച്ചുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. പറഞ്ഞോളൂ. അല്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചത് ഇപ്പൊ ഈ നടത്തിയ പ്രസ്താവന അങ്ങയുടെ സ്വന്തമാണോ അതോ മറ്റാരെങ്കിലും പറഞ്ഞത് അങ്ങ് കോട്ട് ചെയ്യണോ എന്നുള്ളത്. പ്രധാനമന്ത്രി നിറച്ചുകൊണ്ടാണ് ഈ പ്രസ്താവന നടത്തിയെന്നൊക്കെ പറയുന്നു. നോക്കൂ, ആദ്യഘട്ടത്തിൽ മോദി ഗ്യാരണ്ടി, രാംലല്ല, അയോധ്യ ഇതൊക്കെയായിരുന്നു. അതൊക്കെ മാറി. അതിനുശേഷം പിന്നീട് പെറ്റുകൂട്ടുന്നവരെ കുറിച്ച്, ഇൻഫിൽട്രേറ്റേഴ്സിനെ കുറിച്ച്, നുഴഞ്ഞുകയറ്റക്കാരെ കുറിച്ച്, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഒക്കെയായി. അപ്പോൾ ആ ഭയപ്പാട് അതിൽ കാണാം, ഗിയർ മാറ്റുന്നതിൽ. അതിനുശേഷം രാഹുൽ ഗാന്ധി രണ്ടിടത്തും തെക്കേ ഇന്ത്യയിലും വടക്കേ ഇന്ത്യയിലും മത്സരിക്കാൻ വരുന്നു. അപ്പോൾ ഭയപ്പാട് രാഹുൽ ഗാന്ധിക്കാണോ മോദിക്കാണോ എന്നതാണ് ചോദ്യം. ഇതൊക്കെ നിങ്ങളുടെ അജണ്ടയ്ക്ക് അനുസരിച്ച് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഈ വിഷയങ്ങൾക്കെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ചർച്ചകളിൽ ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. നരേന്ദ്രമോദി രാജസ്ഥാനിൽ നടത്തിയിട്ടുള്ള പ്രസംഗം എന്താണ്, അതിനടുത്ത ദിവസം നടത്തിയിട്ടുള്ള പ്രസംഗം എന്താണ്, ഇതൊക്കെ അതാത് വിഷയങ്ങൾ ബന്ധപ്പെട്ട ചർച്ചകളിൽ ബി.ജെ.പി. പ്രതിനിധികൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിഷയത്തിലെല്ലാം ഈ രാജ്യത്തിന്, ഈ സമൂഹത്തിനൊരു ക്ലാരിറ്റി ഉണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുമ്പോൾ താൻ വടക്കേ ഇന്ത്യയിൽ ഒരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കാൻ പോകുന്നുണ്ട് എന്നത് വെളിപ്പെടുത്തിയിരുന്നില്ല. വയനാടാണ് ഇനി എൻ്റെ മണ്ഡലം, വയനാട് എൻ്റെ രണ്ടാമത്തെ വീടാണ്, ഡൽഹിയിൽ ആ വൃത്തികെട്ട വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഞാൻ മാത്രമല്ല ഇനി എൻ്റെ അമ്മയും വയനാട്ടിൽ വന്ന് താമസിക്കാൻ പോവാണ്, വയനാടിൻ്റെ സ്ഥിരം തട്ടകമാക്കി മാറ്റാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഞാൻ വയനാട്ടിൻ്റെ MP ആയിട്ട് ഇനി 5 കൊല്ലം പ്രവർത്തിക്കാൻ പോവുകയാണെന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ട്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ട് മുഴുവൻ പെട്ടിയിലായതിനു ശേഷം വളരെ പെട്ടെന്ന് ഗിയർ മാറ്റിക്കൊണ്ട് അവസാന ദിവസം കൊണ്ടുപോയി റായ്ബറേലിയിൽ പത്രിക കൊടുക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വട്ടം മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുള്ള അമേഠിയിൽ പോയി പത്രിക കൊടുക്കുകയാണെങ്കിൽ പോലും അതൊരു ഫൈറ്റാണ്. ഒരു തവണത്തെ പരാജയം കൊണ്ട് ആ മണ്ഡലം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല, ആ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന് പറയുന്ന ഒരു ഫൈറ്റിൻ്റെ സ്പിരിറ്റാണ് അത് എന്ന് എടുക്കായിരുന്നു. അങ്ങനെയല്ല, ഒരൊറ്റ തവണ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടതോടുകൂടി പരമ്പരാഗതമായി കയ്യിൽ വെച്ചിരുന്ന മണ്ഡലം, 1980 മുതൽ കയ്യിൽ വെച്ചിരുന്ന മണ്ഡലം, ആദ്യം സഞ്ജയ് ഗാന്ധി, അതിനുശേഷം 1984 മുതൽ 91 വരെ രാജീവ് ഗാന്ധി, അതിനുശേഷം 1999 മുതൽ 2004 വരെ സോണിയാഗാന്ധി, ഇങ്ങനെ പരമ്പരാഗതമായിട്ട് കയ്യിൽ വെച്ചിരുന്ന മണ്ഡലം, 2004 മുതൽ 2014 വരെ താൻ തന്നെ കയ്യിൽ വെച്ചിരുന്ന മണ്ഡലം, ആ മണ്ഡലം ഇനി ഇല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി ചോദിക്കുന്നത്, എന്തിനാ അമേഠി പോകുന്നത്, ആരുടെ മണ്ഡലം, അത് സ്മൃതി ഇറാനിയുടെ മണ്ഡലല്ലേ, അവിടെ പോയിട്ട് അവരോട് മത്സരിക്കേണ്ട കാര്യം ഞങ്ങൾക്ക് എന്താ ഉള്ളത്, അതിന് മാത്രം അവർ ആരാണെന്നാണ്. കഴിഞ്ഞ തവണ അമേഠിയിൽ സ്മൃതി ഇറാനി മത്സരിക്കാൻ വന്നപ്പോൾ അതിനെപ്പറ്റി പ്രിയങ്ക ഗാന്ധിയോട് ചോദിച്ചപ്പോൾ അവർ ചോദിച്ചത് ഹൂ സ്മൃതി ഇറാനി എന്നാണ്, ആരാണ് ഈ സ്മൃതി ഇറാനി എന്നാണ്. ആ സ്മൃതി ഇറാനിയോട് രാഹുൽ ഗാന്ധി അവിടെ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, 5 കൊല്ലം കൊണ്ട് ആ മണ്ഡലം അവർക്ക് കൈയൊഴിഞ്ഞു കൊടുത്തു. ഈ ആ മണ്ഡലത്തിന് മുകളിൽ ഞങ്ങൾക്കൊരു ക്ലെയിമും ഇല്ല എന്ന് പറഞ്ഞു. സ്മൃതി ഇറാനിയുടെ മണ്ഡലത്തിലേക്ക് രാഹുൽ ഗാന്ധി എന്തിനാണ് പോകുന്നത് എന്നാണ് കോൺഗ്രസ് പ്രതിനിധി ചോദിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ പരാജയം എന്ന് വിളിക്കുന്നത്. ഇനി ആ മണ്ഡലത്തിലേക്ക് കടക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായിട്ട് അടുത്ത സേഫ് സീറ്റ് തേടി സോണിയാഗാന്ധിയുടെ ക്യാമ്പയിൻ മാനേജറായിരുന്ന കിഷോരിലാൽ ശർമ്മ മതി സ്മൃതി ഇറാനിയെ നേരിടാൻ അമേഠിയിൽ എന്ന് വേണമെങ്കിൽ കോൺഗ്രസിന് വാദിക്കാമല്ലോ. സാർ, അത് രാഹുൽ ഗാന്ധി ഒരു തവണ വിജയിച്ചതിന് ശേഷം ജയിച്ചു നിൽക്കുന്ന മണ്ഡലത്തിൽ കിഷോരിലാലിനെ ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഹീറോയിസം പറയാം. ഒരു തവണ ഞാൻ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്, ഇനി നിങ്ങൾ കിഷോരിലാലിനോട് ജയിച്ചിട്ട് വന്നിട്ട് എന്നോട് മത്സരിക്കാൻ പറഞ്ഞ രസമുണ്ട്. നിങ്ങൾ തോറ്റു തുന്നമ്പാടി നിൽക്കുമ്പോൾ അടുത്ത വട്ടം ഞാൻ വേണ്ട കിഷോരിലാൽ മതി എന്ന് പറയുന്നതിൽ എന്ത് ഹീറോയിസ് ആണല്ലോ സാർ. നിങ്ങൾക്ക് ഒരാളെ തോൽപ്പിക്കാൻ പറ്റുമെന്നിരിക്കലും നിങ്ങളത് ചെയ്യാതിരിക്കുമ്പോൾ അത് തിദിക്ഷയാണ്, അത് വീര്യമാണ്. നിങ്ങൾക്ക് ജയിക്കാൻ പറ്റാത്തൊരു സ്ഥലത്ത് ഞാൻ മത്സരിക്കാനേ ഇല്ല എന്ന് പറയുന്നത് ഭീരുത്വമാണ്. അതിൽ ഈ പറയുന്ന പോലത്തെ അതിനേക്കാൾ കൂടുതൽ വൈകാരിക ബന്ധം കോൺഗ്രസിന് റായ്ബറേലിയുമായുണ്ട്. മുത്തച്ഛൻ, മുത്തശ്ശി, അമ്മ, ഇപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നു. അപ്പൊ റായ്ബറേലി മണ്ഡലത്തിൽ രണ്ടാമത് പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിച്ചാൽ നിങ്ങൾ തന്നെ പറയും പരിവാർവാദ്, നിങ്ങൾക്ക് പാരമ്പര്യമാണ്, കുടുംബ ഭരണമാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി റായ്ബറേലിയോ അമേഠിയോ ചോയ്സ് വന്നപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒടുവിൽ റായ്ബറേലി നിലനിർത്താൻ തീരുമാനിച്ചു. അതിലാണ് വൈകാരികമായിട്ടൊരു ബന്ധം കൂടിയുള്ളത്. അങ്ങനെ വൈകാരികമായ ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസുകാർക്കുള്ള ബന്ധത്തെയാണോ നിങ്ങൾ ഭയക്കുന്നത്? എന്ത് ഭയം! നോക്കൂ, ഞങ്ങൾ ഈ പറയുന്ന കോൺഗ്രസ്സുകാരുടെ വൈകാരികതയും പാരമ്പര്യത്തെയൊക്കെ ഭയക്കുകയാണെങ്കിൽ സ്മൃതി ഇറാനി രണ്ടാമത്തെ തവണ വീണ്ടും അമേഠിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ട് ആ മണ്ഡലം ജയിക്കുമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2009 രാഹുൽ ഗാന്ധിക്ക് 71% വോട്ട് കിട്ടിയിട്ടുള്ള മണ്ഡലമാണ് ഈ പറയുന്ന അമേഠി എന്ന് പറയുന്ന മണ്ഡലം. അന്ന് അവിടെ BJP 3-ാം സ്ഥാനത്തായിരുന്നു, 5% വോട്ടേ ഉള്ളൂ. 2014 സ്മൃതി ഇറാനി മത്സരിക്കാൻ വന്നപ്പോൾ അവർക്ക് 34% വോട്ടായി. രാഹുൽ ഗാന്ധിക്ക് അപ്പോഴും 46% വോട്ടുണ്ട്. അവർ വീണ്ടും മണ്ഡലത്തിൽ തുടർച്ചയായി പ്രവർത്തിച്ചു. 5 കൊല്ലം മണ്ഡലം വിട്ട്
വിട്ടു പോയില്ല. മണ്ഡലത്തിൽ തന്നെ സജീവമായിട്ടുള്ള സാന്നിധ്യം നിലനിർത്തി. 2019 മത്സരിക്കുമ്പോൾ സ്മൃതി ഇറാനിക്ക് അവിടെ 49% വോട്ടായി, പകുതി വോട്ട് അവർക്കായി. രാഹുൽ ഗാന്ധിക്ക് 43%. ഈ പാരമ്പര്യം, ഈ പൈതൃകം, ഈ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കാലം തൊട്ട് ഉണ്ടാക്കിയെടുത്തുള്ള ബന്ധം 5 കൊല്ലം കൊണ്ടാണ് സ്മൃതി ഇറാനി തകർത്ത് കളഞ്ഞത്. അതാണ് റായ്ബറേലിയിൽ സംഭവിക്കാൻ പോകുന്നത്. റായ്ബറേലിലെ കണക്ക് നേരത്തെ ക്ഷമ ചോദിച്ചൊരു ചോദ്യത്തിന് കൂടിയുള്ള മറുപടി വേണം. കൈസർഗഞ്ചിൽ ഉത്തർപ്രദേശിൽ ബ്രിജ്ഭൂഷൺ എന്ന ആരോപണ വിധേയനായ, അതും ഇന്ത്യയിലെ അത്ലറ്റുകൾക്കൊക്കെ മാനാപമാനം ഉണ്ടാക്കി തീർത്ത് ഇന്ത്യയുടെ ശിരസ് തന്നെ കുനിഞ്ഞുപോയ ഒരു കേസിലെ ഒരു പ്രതിയുടെ മകന് കൈസർഗഞ്ചിൽ നിങ്ങൾ കരൺ ഭൂഷൺ സിംഗിന് സ്ഥാനാർത്ഥിത്വം കൊടുത്തിരിക്കുകയാണ്. അവിടെ നരേന്ദ്രമോദിക്ക് ഒന്ന് മത്സരിക്കാമായിരുന്നില്ലേ? അതല്ലേ ഹീറോയിസം? അതെന്തിനാണ് നരേന്ദ്രമോദി അവിടെ മത്സരിച്ച് ഹീറോയിസം കാണിക്കുന്നത്? നിങ്ങൾ ഈ നരേന്ദ്രമോദിനെ ഈ ഡിബേറ്റിലേക്ക് വലിച്ചഴിക്കുന്നതിൻ്റെ യുക്തി തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. നരേന്ദ്രമോദി 2014 വഡോദരയിലും മത്സരിച്ചു, വാരണാസിയിലും മത്സരിച്ചു. 2 മണ്ഡലത്തിലും നരേന്ദ്രമോദി ജയിച്ചു. ഇതിലൊരു മണ്ഡലത്തിൽ തോറ്റതിന് ശേഷം പിന്നീട് മറ്റേ മണ്ഡലം സേഫ് സീറ്റ് തിരഞ്ഞെടുക്കുകയല്ല ചെയ്ത്. നരേന്ദ്രമോദി വഡോദരയിൽ ആ മണ്ഡലം ഉപേക്ഷിക്കുന്ന 72% വോട്ട് മേടിച്ചിട്ട് റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചതിന് ശേഷമാണ് അദ്ദേഹം വഡോദരയിലെ അംഗത്വം രാജിവെക്കുന്നത്. അദ്ദേഹം വാരണാസിയിലെ MP ആയി തുടർന്നു. 2019 നരേന്ദ്രമോദി വാരണാസി മാത്രമേ മത്സരിക്കുന്നുള്ളൂ. നരേന്ദ്രമോദിക്ക് യാതൊരു സംശയം ഉണ്ടായിട്ടില്ല. ഒരു സേഫ് സീറ്റ് ഉണ്ടായിക്കൊണ്ടെന്ന് വിചാരിച്ച് നരേന്ദ്രമോദി ഗുജറാത്തിലെ ഒരു സീറ്റിൽ മത്സരിച്ചിട്ടില്ല. വാരാണസിയിൽ ഒറ്റയ്ക്ക് ഇന്ന് ജയിക്കാൻ പറ്റുന്ന ഉറപ്പോടെ തെക്കേ ഇന്ത്യയിൽ രാഹുൽ നരേന്ദ്രമോദി മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചത് തെക്കേ ഇന്ത്യയിലേക്ക് വന്നാൽ ആ തരംഗം ഏശില്ല എന്നുള്ള ഭയം കൊണ്ടാണോ? നിങ്ങൾ അങ്ങനെ പലതരത്തിലുള്ള സ്പെക്കുലേഷൻസും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനും വിചാരിച്ചിരുന്നു ഒരു പക്ഷേ നരേന്ദ്രമോദി തെക്കോട്ട് വരുന്നു. കാരണം എന്താ വെച്ചാൽ ഗുജറാത്ത് വെസ്റ്റിൽ നിന്ന് വരുന്നു, ആദ്യ തവണ ഈസ്റ്റിൽ നിന്ന് ജയിക്കുന്നു, അടുത്ത തവണ സൗത്തിൽ നിന്ന് മത്സരിക്കുന്നു, ജയിക്കുന്നു, അടുത്ത തവണ നോർത്തിൽ പോയിട്ട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ അതിലൊരു കാവ്യഭംഗിയുണ്ട്. Debate with Arun Kumar.